നാടും വീടും കൂടുള്ളോർ വേണ്ടിയും ഇടുക്കമീ പാതി കടന്നിടണം. നാടും വീടും കൂടുള്ളോർ വേണ്ടിയും ഇടുക്കമീ പാതി കടന്നിടണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല കർത്തൃപകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തെ വീണ്ടും ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ കർത്താവ് നമുക്ക് നൽകിയല്ലോ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഴയുടെ വളരെ ബുദ്ധിമുട്ടുകൾ പലതരത്തിലും നമുക്കുണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ദൈവമക്കൾ കടന്നു വരാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലത്തെ ആരാധന പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് ദൈവമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴയുടെ പ്രതികൂലാവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ എത്ര പേര് കടന്നു വരും എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുവാനിടയായി. എങ്കിലും
ആവോളം എല്ലാ ദൈവമക്കൾക്കും ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിലായിരിക്കാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയ കർത്താവിൻ്റെ വലിയ കരുണകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞായറാഴ്ച നമ്മുടെ ആരാധനയുടെ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസം ദൈവസന്നിധിയിൽ കല്ലറയ്ക്കൽ ഓടിയെത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഉയർപ്പിൻ്റെ ശക്തിയോടെ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന പകലാണ് ഈ വിശുദ്ധ പകൽക്കാലം. ദൈവത്തിന് സ്തോത്രം. അതിനാൽ നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഒഴിവാക്കാൻ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാം. എന്നാൽ അതൊക്കെ ഹല്ലേലൂയ മറികടന്നുകൊണ്ട് ദൈവത്തോടുള്ളതായ സ്നേഹവും ദൈവസഭയോടുള്ളതായ കൂറും അതിലുപരിയായി ദൈവം കാട്ടുന്ന വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവപാരവിടത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളെല്ലാം ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മെ നടത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കൂടിവരവുകളെയും കൂട്ടായ്മകളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിൽ കടന്നു വരുന്ന സംബന്ധിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ താലന്ത് പരിശോധനകളുടെ ദിവസങ്ങളായിരുന്നു. അതിലും പോയി ഭാഗവാക്കാകുവാൻ ദൈവം നമ്മെ സഹായിച്ചു. സഹോദരിമാരുടെ ക്യാമ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്നു. അതിലും നമ്മുടെ സഭയിൽ നിന്ന് പ്രതിനിധികളായി ചെറിയ ഒരു കൂട്ടമായി പോയി സംബന്ധിപ്പാനിടയായി. ഇതിലൊക്കെയും സംബന്ധിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമ്മൾ പുതിയ ഒരു പ്രാർത്ഥനയുടെ ഒരു പുതിയ ആരംഭം നമുക്ക് കുറിക്കുവാനിടയായി തീർന്നു. ഒരു ദിനംതോറുമുള്ള ഒരു പ്രാർത്ഥനയുടെ ചങ്ങല വീണ്ടും ആരംഭിക്കാനിടയായി. അത് തുടങ്ങിയതിൻ്റെതായ വലിയ ഹല്ലേലൂയ ചലനങ്ങൾ നമ്മുടെ സഭാതലത്തിൽ കാണുവാനിടയായിക്കൊണ്ടിരിക്കുന്നു. അതോർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെയും വൈകിട്ടും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 10-20-ലധികം കുടുംബങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്, വലിയൊരാശ്വാസമാണ്. അതറിയുന്നവരെ ഓർത്ത് ആത്മാർത്ഥതയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആരംഭയാഴ്ചയിലെ തീഷ്ണത കൊണ്ടത് അവസാനിക്കാതെ കർത്താവ് എന്ന് വരുന്നുവോ എന്നുവരെയും അല്ലെ നമുക്ക് ദൈവം അതിനുള്ള പ്രാപ്തി ദൈവം നൽകുന്നു. അതുവരെയും മുടങ്ങാതെ പ്രാർത്ഥനയും മധ്യസ്ഥത അണയ്ക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. രാവിലെ 5:30 മുതൽ 6 മണി വരെയുള്ളതായ സമയവും വൈകിട്ട് 10:30 മുതൽ 11 മണി വരെയുള്ളതായ സമയം 2 സമയങ്ങളായി നാം പ്രാർത്ഥനയ്ക്കായി സമയങ്ങൾ വേർതിരിപ്പാനായിട്ടിടയായി തീർന്നല്ലോ. ബത്തപ്പാടുകൾ അല്ലെ കൂടുതലുള്ളതായ പ്രിയപ്പെട്ടവർക്ക് രാത്രിയിലാണ് പ്രാർത്ഥിക്കുവാൻ അവസരങ്ങൾ നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ജോലിക്ക് പോകുന്നവരും കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നവരൊക്കെ ആ രാത്രിയിലെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ടെത്തണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റുള്ളതായ പ്രിയപ്പെട്ടവർ മറ്റുള്ളവരുടെ തിരക്കുകളെ മനസ്സിലാക്കി അല്പം കൂടെ സാവകാശമുള്ളവർ രാവിലെ സമയം പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ സമയം കണ്ടെത്തുവാൻ ഉത്സാഹിക്കുന്നവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കത്തുദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കടന്നു വന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സ്നേഹനദിയായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക വന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. 23-ാം സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാനിടയായി തീർന്നത്. ആ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആ സങ്കീർത്തനത്തിന് ഒരു തലവാചകം ഒരു ഹെഡിങ് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇടയന്റെ വിശ്വസ്തത എന്നുള്ളതാണ്. ആ സങ്കീർത്തനത്തിന് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പദം ഇടയന്റെ വിശ്വസ്തത. നാം എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഒരു യഹൂദ കുടുംബത്തിലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ കാതുകളിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു ശബ്ദം യാഹുവേ എന്ന ഒരു ശബ്ദമാണ്, ദൈവം എന്നൊരു ശബ്ദമാണ്. അതിനുശേഷം അവനെ ആരംഭമായി ഒരു ദൈവവചനം, ഒരു വചനത്തിൻ്റെ ഭാഗമോ ഒരു സങ്കീർത്തനമോ കാണാതെ പഠിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ അവരാദ്യം അതിനുവേണ്ടി മുതിരുന്നത് ഈ 23-ാം സങ്കീർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ നിലകളിൽ അറിയാമായിരുന്നില്ലെങ്കിൽ കൂടെയും കഴിഞ്ഞ നാളുകളിൽ നാം ഒക്കെ അഭ്യസിച്ചിട്ടുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചിട്ടുള്ള ഒരു നല്ല സങ്കീർത്തനമായി 23-ാം സങ്കീർത്തനം. ഒരു വീട്ടിലേക്ക് ചെന്ന് ഒരു കുഞ്ഞിനോട് ഒരു വാക്യം പറയാമോ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ പറയുന്നത് ഹല്ലേലൂയ കുഞ്ഞെ എളുപ്പമെന്ന് പറഞ്ഞ് ആ 23-ാം സങ്കീർത്തനം യഹോവ എന്ന് തുടങ്ങുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വളരെ ആത്മാർത്ഥതയോട് പറയും. ഒരു സങ്കീർത്തനം കാണാതെ പറയാൻ പറഞ്ഞാൽ ആദ്യം അവർ പറയാൻ ഇഷ്ടപ്പെടുന്ന സങ്കീർത്തനം 23-ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇടയന്റെ വിശ്വസ്തതയാണ് ആ സങ്കീർത്തനത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നുള്ള ആ വാചകത്തോടുകൂടി ആരംഭിക്കുന്ന സങ്കീർത്തനം
6 വാക്യങ്ങളാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്നതായ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഞാൻ ഓർപ്പിക്കാം. 1-ാമത്തെ വാക്യത്തിൽ ഇടയനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ആ ഇടയന്റെ നടത്തിപ്പിനെയാണ് അവിടെ ഓർപ്പിക്കുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 3-ാമത്തെ വാക്യം ആ ഇടയന്റെ പരിപാലനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയന്റെ പരിപാലനം ഏത് നിലകളിൽ അനുഭവിപ്പാൻ കഴിയുന്നു എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. അവൻ എൻ്റെ പ്രാണനെ പരിപാലിക്കുന്നു. വീണ്ടും 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇടയന്റെ സൂക്ഷിപ്പ് അവിടെ കാണാൻ കഴിയുന്നത്. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ആ ഇടയന്റെ കരുതൽ അവിടെ കാണുന്നത്. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനമായി ഇടയൻ്റെതായ ഒരു വലിയ വാഗ്ദത്തം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നത്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച്, ദൈവത്തിന്റെ പരിപാലനത്തെ കുറിച്ച്, ദൈവത്തിന്റെ സൂക്ഷിപ്പിനെ കുറിച്ച്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച്, ഒടുവിലായി ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് ഓർപ്പിച്ചുണർത്തുന്ന വളരെ മനോഹരമായ ആ സങ്കീർത്തന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവമക്കളോട്, ഇന്ന് പകൽ കൂടി വന്ന ദൈവജനത്തോട് അല്ലെ സംസാരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചതായ ഒരു ദൂത ഇന്ന് പകൽ പറഞ്ഞ് വേഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി 23-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. 1-ലധികം പ്രാവശ്യം ഈ സങ്കീർത്തനം വായിച്ച് ദൈവത്തിന്റെ ശബ്ദത്തിനായി ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ കഴിഞ്ഞ ആഴ്ചയുടെ അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ ആരംഭ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതായ ഒരു വചനഭാഗം വായിച്ച സങ്കീർത്തനത്തിന്റെ വായിച്ച വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർപ്പിക്കാനിടയായി, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അല്ല ഞാൻ നടത്തുന്നവനെന്ന് എൻ്റെ ജനത്തോട് വിളിച്ചു പറയാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന തന്നതുകൊണ്ട് ഇന്നു പകൽ അതിലടങ്ങിയിരിക്കുന്ന ആത്മീക ദൂത ഇന്നു പകൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുമോ? ഇന്നു പകൽ ഞാൻ വിശ്വസിക്കുകയാ അതിലൊരു വലിയ ദൈവത്തിന്റെ വിടുതൽ അടങ്ങിയിട്ടുണ്ട്. നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വലിയ ദൈവ ശബ്ദം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മെ വഴി നടത്തുന്ന കർത്താവ് അല്ല സ്വസ്ഥതയില്ലായ്മയിലേക്ക് അല്ല ഞാനും നിങ്ങളും സാഹചര്യങ്ങളുടെ സന്ദർഭവശാൽ തള്ളി നീങ്ങപ്പെടുമ്പോൾ ഇന്നു പകൽക്കാലം വിശ്വസിക്കുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ആ സ്വസ്ഥതയുള്ള ഒരു അനുഭവത്തിലേക്ക് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ആടുകളെയും ഇടയനെയും കുറിച്ചുള്ളതായ ചിന്തകൾ ഒരുപാട് നമുക്ക് അല്ലെ മനസ്സിലാക്കുവാൻ വേദപുസ്തകത്തിൽ നിന്ന് അല്ലെ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആടുകളുടെ കുറിച്ചുള്ള ഇടയന്റെ കരുതൽ എങ്ങനെയാണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരുപാട് ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എടുത്തു വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കട്ടെ. യാക്കോബ് തൻ്റെ ഹല്ലേലൂയ അമ്മായിയപ്പന്റെ ഭവനത്തിൽ നിന്ന് പ്രയാണം ചെയ്ത സ്വന്തം ദേശത്തേക്ക് ദൈവശബ്ദത്തിന് മുമ്പിൽ മടങ്ങി വരുമ്പോൾ തന്നെ എതിരേൽക്കാൻ കടന്നു വരുന്ന ഏശാവുമായി സന്ധിച്ച ശേഷം ആ ഏശാവ് ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അല്ലെ ദയവായി യജമാനന് മുമ്പേ പോക്കാട്ട്, അല്ലെ എൻ്റെ കൂടെ ഇളയതായ ആടുകളുണ്ട്, കറവുള്ള ആടുകളുണ്ട്. ഒരു ദിവസത്തിൽ കൂടുതൽ അതിനെ ഓടിച്ചാൽ അത് ചത്തുപോകും. ഹല്ലേലൂയ. ഇടയന് മാത്രമേ ആടിന്റെ പരിപാലനം എങ്ങനെയെന്ന് അറിയത്തുള്ളൂ. അല്ലെ എങ്ങനെയെങ്കിലും ഓടിച്ചാൽ അവ അങ്ങ് എത്തുകയില്ലെന്നുള്ളത് ഇടയൻ അറിയാം. അല്ലെ അതിൻ്റെതായ അല്ലെ ബലഹീനത മനസ്സിലാക്കി അതിന് കൊടുക്കേണ്ടതായ കെയറും കൺസേണും കൊടുത്ത് അതിനുവേണ്ട പരിഗണനകളും അതിനുവേണ്ട സുരക്ഷിതത്വവും ഉറപ്പാക്കിയെങ്കിലേ ഈ ആടിനെ അങ്ങെത്തിക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ഇടയനെ കുറിച്ച് ആടുകൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ ആടിനെ കുറിച്ച് ഇടയൻ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ദൈവം അനുവദിച്ചാൽ മറ്റൊരവസരത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാം. ഇന്ന് പകൽക്കാലം ആ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആ വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ
കിടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ആടുകൾക്ക് പറയാൻ കഴിയുന്നത് തൻ്റെ ഇടയനെ കുറിച്ചുള്ള വലിയ ഉറപ്പ്, അല്ലെ പച്ച പുൽപ്പുറങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്നെ കിടത്തുന്നവനായ ഒരു ഇടയനെയാ ഞാൻ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഭാഗങ്ങളിൽ ഞാൻ വിശദീകരിക്കാം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആടുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു ശാന്തമായ അന്തരീക്ഷമാണ്, ഒരു സ്വസ്ഥമായ അനുഭവമാണ്, ഒരു സ്വസ്ഥമായ നിലവാരമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അസ്വസ്ഥതപ്പെടുന്ന ഒരു അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ആട് കടന്നു പോകാൻ ഇടവന്നാൽ ആടുകൾ ഉടൻ പേടിക്കും. ഹല്ലേലൂയ. ഈ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ലെന്ന് ഈ ദാവീദ് സങ്കീർത്തനം എഴുതാൻ ഒരു പശ്ചാത്തലമുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഈ വേദഭാഗം ഞാൻ വിശദീകരിക്കാം. ആടിനെയും കൊണ്ട് ഇങ്ങനെ ഈ ഇടയനായ ദാവീദ് ഇങ്ങനെ വനാന്തരങ്ങളിലൂടെ ഒക്കെ നടക്കും. ഹല്ലേലൂയ. പകൽക്കാലം മുഴുവനും അതിനെ നല്ല പുൽമേടുകളിൽ കൊണ്ട് ചെന്ന് അതിന് വേണ്ടതായ നല്ല പുല്ല് സെലക്ട് ചെയ്ത് അതിന് കൊടുക്കും, അതിന് സ്വസ്ഥതയുള്ള വെള്ളം കൊടുക്കും. അതിനുശേഷം ക്രമീകരിച്ച ആലയിലേക്ക് അതിനെ എണ്ണി പ്രവേശിക്കും. എന്നിട്ട് ആലയുടെ വാതിലൊക്കെ അടച്ചിട്ട് അതിൻ്റെ വെളിംപ്രദേശത്ത് ഈ ആടുകളെ നോക്കിക്കൊണ്ട് ആടുകളുടെ നല്ല ഇടയനായ ഈ ദാവീദ് തൻ്റെ ആടുകൾക്ക് കുറിച്ച് ഉത്തരവാദിത്തമുള്ളവൻ ഇങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഇങ്ങനെ കിടക്കുന്നതായ അവസരത്തിൽ പെട്ടെന്ന് ഈ ദാവീദിൻ്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം മറ്റൊന്നുമല്ല, വനാന്തരങ്ങളിൽ വേട്ട തേടി ഇറങ്ങുന്നതായ ഗർജിക്കുന്നതായ മൃഗങ്ങളുടെ ശബ്ദം. ഒരു പക്ഷേ ഒരു സിംഹത്തിൻ്റെ ശബ്ദമാകാം, ഒരു കരടിയുടെയോ ഏതെങ്കിലും ഒരു വന്യമൃഗത്തിൻ്റെ ഒരു ഘോരമായ ശബ്ദമാകാം. ആ ഒരു ശബ്ദം കേട്ട മാത്രയിൽ ഈ ആടുകൾ ഈ കൂട്ടിനകത്ത് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഒന്ന് പരക്കം പായുന്ന ഒരു അനുഭവം ദാവീദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് ആടുകൾക്കും അറിയാം, ഈ ഇടയനായ ദാവീദിനും അറിയാം. പക്ഷേ ഇടയനായ ദാവീദ് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം, ആരംഭത്തിലെ ശബ്ദം കേട്ട് പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഈ ആടുകൾ ഞെട്ടിയെങ്കിലും ശബ്ദം അടുത്തു വരുന്നതിനനുസരിച്ച് ഈ ആടുകളുടെ ഭയം മാറുന്നത്, അത് സ്വസ്ഥമായിരിക്കുന്നത്, അത് ക്ഷേമമായിരിക്കുന്നത്, അതിൻ്റെ ഭീതി അതിൻ്റെതായ മുഖത്തു നിന്നോ അതിൻ്റെതായ ആ പ്രത്യേക ചലനങ്ങളിൽ നിന്നോ കാണാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഇടയനായ ദാവീദ് ഒന്ന് ചിന്തിച്ചു. ആരംഭത്തിൽ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ആടുകൾ ഞെട്ടി, കൂട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി. എന്നാൽ ആ ശബ്ദം അടുത്തടുത്ത് വരുമ്പോൾ കൂടുതൽ ഞെട്ടുകയല്ല വേണ്ടത്, കൂടുതൽ ഭയപ്പെടുകയല്ലേ വേണ്ടത്, കൂടുതൽ പരിഭ്രാന്തിയോടെ അലറുകയല്ലേ നിലവിളിക്കുകയല്ലേ വേണ്ടത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു അനുഭവങ്ങളോ ഏതെങ്കിലും ഒരു അനർത്ഥത്തിൽ വീഴുമെന്ന്, ജീവൻ അപായപ്പെടുമെന്നുള്ളൊരു ചിന്ത വന്നാൽ ആടുകൾ വല്ലാതെ നിലവിട്ട് അലയ്ക്കുന്നത് നമുക്ക് കേൾക്കുവാൻ, അതുമായി പരിചയമുള്ളവർക്ക് കൂടുതൽ അറിയാം. പക്ഷേ ദാവീദ് ശ്രദ്ധിച്ചപ്പോൾ നിമിഷങ്ങൾ കഴിയും തോറും ഈ മൃഗം അടുത്തടുത്തടുത്ത് വരുമ്പോൾ ഒരു പക്ഷേ തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിനെ കാണുന്നതായ ഒരു പരിധിക്കുള്ളിലേക്ക് നിലാവെട്ടത്തിൻ്റെ മുമ്പിൽ താനതിനെ കണ്ടപ്പോഴും ആടുകൾ ആരംഭത്തിൽ കാണിച്ച പരിഭ്രാന്തി ഇല്ലാതെ ശാന്തരായി നിൽക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ചിന്തിച്ചു, എന്താ അതിൻ്റെ കാരണം? ആരംഭത്തിലെ ഭയം എവിടെ പോയി ഒളിച്ചു? ആരംഭത്തിലെ ഭീതി എവിടെ പോയി ഒളിച്ചു? ഒരു കാര്യം തനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. വർഷങ്ങളായി ഞാൻ ഈ ആടിനെ പുലർത്തുന്നുണ്ട്, ഈ ആടുകളെ ഞാൻ നയിക്കുന്നുണ്ട്. ഈ ആടുകൾക്ക് എന്നിലൊരു വലിയ വിശ്വാസമുണ്ട്, എന്നിലൊരു വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ആടുകൾ ഭയവിഹുലരായി അല്ലെങ്കിൽ തീരാതെ ഭയമില്ലാത്തവരായി അവർ നിലകൊള്ളുന്നതിന് കാരണം. അവർക്കൊന്നറിയാം, ഞങ്ങളുടെ ഇടയൻ എന്ന് പറയുന്നത് കൂലിക്കാരനായ ഇടയനല്ല, വന്യമൃഗം വിട്ടു വരുമ്പോൾ വിട്ടേച്ചു പോകുന്ന ഒരു ഇടയനല്ല. അവൻ്റെതായ ജീവനം എന്തെങ്കിലും സാരമായ കേട് വരാതെ ഞങ്ങളുടെ ഒന്നിൻ്റെയും ജീവന് ഒരപായം വരികയില്ലെന്നുള്ള ആ ഒരു വലിയ ധൈര്യം വർഷങ്ങളായി നടത്തുന്ന ഇടയനെ കുറിച്ച് ഈ ആടുകൾക്കുള്ളത് കൊണ്ടാണ് ആടുകൾ നിർഭയമായിരുന്നതായ ആ ഒരു സംഭവം തൻ്റെ മനസ്സിൽ വന്നപ്പോൾ താൻ ഇങ്ങനെ ഓർത്തു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഹല്ലേലൂയ എണ്ണിക്കൊണ്ട് താൻ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയിൽ പെട്ടെന്ന് തൻ്റെ ഓർമ്മയിലേക്ക് വന്നു, ഈ ലോകത്തിലെ ക്ഷണികമായ ആയുസ്സിന് ഉടമയായിരിക്കുന്ന ഹല്ലേലൂയ ഈ
നാൽക്കാലി മൃഗത്തിന് എന്നിൽ ഇത്രയൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അവയെ പുലർത്തുന്നെന്നും ഞാൻ അവയെ പരിപാലിക്കുന്നെന്നുമുള്ള ആ ഒരു ഓർമ്മ നിമിത്തം ഏത് പ്രതികൂലങ്ങളിലും ഹല്ലേലൂയ ഭയം കൂടാതെ കഴിയാൻ അവർക്ക് കഴിയുമെങ്കിൽ ദാവീദ് ഇങ്ങനെ ചിന്തിച്ചു, ഈ ആടുകളുടെ ഇടയനായ ഞാൻ അതിനെ ഇങ്ങനെ കരുതിയെങ്കിൽ എൻ്റെ ഒരു ഇടയൻ മുകളിലുണ്ട്. ആ ഇടയനെ കരുതാനുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല, എനിക്ക് ഭാരപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് ആരംഭവാക്യത്തിൽ താൻ പറഞ്ഞത്, ആ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടുണ്ടാകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ പുലർത്താൻ, എന്നെ പരിപാലിപ്പാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ആടുകൾ എപ്പോഴും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് കലങ്ങിയ വെള്ളമല്ല. ഹല്ലേലൂയ. അതിന് വളരെ ശാന്തമായിട്ടുള്ള വളരെ തെളിഞ്ഞ വെള്ളം അതാ ആഗ്രഹിക്കുന്നത്. ആടിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ. നമ്മുടെ സാധാരണ മറ്റു മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കുമ്പോൾ അത് കൈയിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് കലക്കിയാണ് കൊടുക്കുന്നത്. പക്ഷേ ആടിൻ്റെ അടുത്ത് ഈ എല്ലാ ആടും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടൊക്കെ ഉള്ളതായ പല ആടുകളും ചെയ്യുന്നത് അതിൻ്റെ തെളിഞ്ഞ വെള്ളം മതി, അത് തെളി കുടിച്ചിട്ട് അവിടെ നിൽക്കും. അതെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു കാം ആൻഡ് ക്വയറ്റായ ഒരു അന്തരീക്ഷമാണ്, ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ്, ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. ഒരു കലങ്ങി മറിയുന്ന ഒരു വെള്ളത്തിൻ്റെ അരികിലേക്ക് ദാഹം കൊണ്ട് വരളുന്ന ഒരാടിനെ നടത്തിയാലും ആ വെള്ളം അത് കുടിക്കത്തില്ല. കാരണം അതിന് വേണ്ടത് തെളിഞ്ഞ വെള്ളമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു കാര്യം ഈ ഇടയൻ അറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വചനത്തിൽ പറയുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ഇരമ്പിപ്പാച്ചിലില്ലാത്തതായ യാതൊരുവിധമായ ശബ്ദമുഖരിതമല്ലാത്തതായ വളരെ ഈ തെളിഞ്ഞ വെള്ളം രണ്ട് നിലകളിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അല്ലെങ്കിൽ വളരെ ശാന്തമായി ഒഴുകുന്നതായ വെള്ളം തെളിഞ്ഞ വെള്ളമാണ്. രണ്ട്, വളരെ ആഴമുള്ളതായ അല്ലെങ്കിൽ ഇടങ്ങളിലെ വെള്ളവും ശാന്തമായി കിടക്കുന്ന വെള്ളമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ആടുകൾ ഇഷ്ടപ്പെടുന്നത് ഈ ശാന്തമായ അന്തരീക്ഷത്തിലുള്ളൊരു വെള്ളമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇടയനെ കുറിച്ച് ആടുകൾക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ഇടയൻ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നവനാ. ഇനി അതിൻ്റെ ആത്മീക അർത്ഥം ദൈവനെ ഏൽപ്പിച്ച ആലോചന പറഞ്ഞ് ഞാൻ വേഗത്തിൽ വാക്കുകളെ അവസാനിപ്പിക്കാം. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രശ്നകലുഷിതമായ അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ കൊണ്ട് നിറഞ്ഞ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ നടത്തുന്നു എന്നുള്ളതായ ആ ദൈവവചനത്തിൻ്റെ വാക്കുകളെ ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കുമ്പോൾ രണ്ട് ചിന്തകൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദൈവം നമ്മെ നടത്താമെന്ന് പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? ഹല്ലേലൂയ. ഒന്നാമത് അതിനുവേണ്ടി ദൈവം ചില അടയാളങ്ങൾ, പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ നിന്റെ ജീവിതം സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പ്രതികൂലങ്ങൾ മാറി ഒരു ശാന്തതയുടെ തീരത്തേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാകത്തക്ക ചില അടയാളങ്ങൾ നിന്റെ കൺമുമ്പിൽ ചെയ്തുകൊണ്ട് ദൈവം അത് തെളിയിക്കാൻ വിശ്വസ്തന. നമുക്ക് വായിക്കാം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവർ ഈയമിട്ട് നോക്കിയപ്പോൾ അവിടുത്തെ ആഴം 20 മാറെന്ന് കണ്ടു. വീണ്ടും കുറെ അപ്പുറം പോയി പിന്നെയും ഈയമിട്ട് നോക്കി, 15 മാറെന്ന് കണ്ടു. മതി. ദൈവത്തിന് സ്തോത്രം. കര ഏതാണെന്നറിയാതെ, ദിക്കേതാണെന്നറിയാതെ, രക്ഷപ്പെടുമോ എന്നുള്ളതായ ഭയം ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വളരെ നാളുകളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണായികയാൽ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും അറ്റുപോയതായൊരു സാഹചര്യം. കഴിഞ്ഞ 14 ദിവസങ്ങളായി സൂര്യചന്ദ്രന്മാരെ കാണാൻ കഴിയാതെ ഈ യാത്ര എങ്ങും എത്തുകയില്ലല്ലോ, ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുമെന്നുള്ള ആ ഒരു വലിയ പ്രാണവേദനയിലായി ഒരു 226-ലധികം വരുന്ന ആളുകൾ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെ വേദനയോടെ കഴിയുക. നോക്കണമേ, അവരുടെ ഈ സ്വസ്ഥതയില്ലായ്മ തുടങ്ങിയിട്ട് 2 ആഴ്ചയിലപ്പുറമായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നല്ല ആരംഭത്തോടു കൂടിയ അവർ യാത്ര തിരിച്ച. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം താല്പര്യം സാധിച്ചു പോയി എന്നുള്ള ശുഭലക്ഷണത്തോടുകൂടെ ശുഭതുറമുഖം എന്ന് പറയും
പറയുന്ന ആ പട്ടണത്തിൽ നിന്ന് അവരുടെ യാത്ര ആരംഭിച്ചു. നല്ല തുടക്കമാണ്. അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ നല്ല ലക്ഷണമാണ്. ഒരു യാത്രയ്ക്ക് വേണ്ട എല്ലാ സൈനുകളും അല്ലെ അടയാളങ്ങളും ആകാശത്തു നിന്ന് അവർ കണ്ടുകൊണ്ട് യാത്ര തിരിച്ചത്. എന്നാൽ ദൂത പ്രതികൂലമെന്ന് അപ്പുറത്ത് ഹല്ലേലൂയ പറയുന്നെങ്കിൽ തന്നെയും അവർക്കത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. കാരണം ദൂത് പറഞ്ഞതൊരു തടവ് പുള്ളിയാ, ദൂത് പറഞ്ഞത് ഒരു സാധാരണക്കാരന്, ദൂത് പറഞ്ഞത് അറിയപ്പെടുന്ന ആരുമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നും പലരും ദൂതിനെ വിശ്വസിക്കുന്നത് അറിയപ്പെടുന്ന ആരെങ്കിലും പറഞ്ഞെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ. അറിയപ്പെടാത്തവരായ ആളുകൾ പറയുന്ന ദൂത് എല്ലാവരും ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ എന്നുള്ളതല്ല വിഷയം. ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, പ്രാപിച്ചത് ദൈവത്തിൽ നിന്നാണെങ്കിൽ, കൊടുത്തൊരു ദൈവമാണെങ്കിൽ അതുപോലെ സംഭവിപ്പാൻ ഇടവരുമെന്നുള്ളത് വേദപുസ്തക താളുകളിലെ ചരിത്രങ്ങൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂതിന് പ്രസക്തി കൊടുക്കേണ്ടത് ആളിന്റെ മുഖം നോക്കിയോ, ആളിന്റെ നിലവാരം നോക്കിയോ, എത്ര കാലമായി എന്നുള്ളത് നോക്കിയോ അല്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നോടിടപെടുന്ന ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ, തലയെ കൈവച്ചില്ലെങ്കിലും ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിലും വിരൽ ചൂണ്ടിയില്ലെങ്കിലും അകത്തോരെ ആത്മാവ് നമ്മോടുള്ള ദൂതാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്താൽ അത് വിടുതലാണ്, അത് ഏറ്റെടുത്താൽ അത് അനുഗ്രഹമാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൂത് പ്രതികൂലമാണെങ്കിലും ആരംഭത്തിലെ ലക്ഷണങ്ങൾ അനുകൂലമെന്ന് തോന്നി പലരും ഹല്ലേലൂയ അവർ ഇവിടെ യാത്ര തിരിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ ദൂത് പ്രതികൂലമാണെങ്കിലും ആരംഭത്തിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ പലതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങും എത്താൻ കഴിയാതെ ഹല്ലേലൂയ വളരെ ഭാരത്തോടെ വളരെ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിച്ച് വളരെ വേദനയിൽ സമയങ്ങൾ തള്ളി നിൽക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുക, ലക്ഷണങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൂത് അനുകൂലമാണെങ്കിൽ അത് വിശ്വസിക്ക് ചുവട് വെച്ചാൽ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. ഇന്ന് പകൽ വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ലക്ഷണം അനുകൂലമല്ല, സാഹചര്യം അനുകൂലമല്ല, പക്ഷേ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തന്നോട് പറഞ്ഞ ദൂത് അനുകൂലമാണെങ്കിൽ, ഒരു ദൂത് വിശ്വസിച്ചാണ് യാത്ര തിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. ഏത് പ്രതികൂലങ്ങൾ വന്നാൽ, ഏത് കാറ്റുകളും തിരമാലകളും കടന്നു വന്നാൽ കൈവിടാതെ കൂടെ നിന്ന് നമ്മെ സഹായിപ്പാൻ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാടാറുള്ളത്, പാടാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നിൻ കൃപ മതിയേ പ്രിയനെ, എനിക്ക് നിൻ കൃപ മതി എന്ന പാട്ടുകാരൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പാടുന്നത്. ഈ മരുപ്രയാണത്തിൽ ആ നാഥന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് പകൽ ദൈവം പ്രതികൂലമാണെങ്കിൽ, സാഹചര്യം അനുകൂലമായാൽ മുന്നോട്ട് യാത്ര തിരിക്കരുത്. അവിടെ കഷ്ടനഷ്ടങ്ങൾ വരും. അതറിയാവുന്ന പറയ നിയമത്തിലെ വിശുദ്ധന്മാർ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ തിരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ നീ ഞങ്ങളെ അയക്കരുത്. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ പോകുന്ന വഴിയില, ഞാൻ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവമേ നിന്റെ സാന്നിധ്യം വരുന്നില്ലെങ്കിൽ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതെന്ന് പ്രാർത്ഥിക്കുക. എത്ര പേര് ദൈവസന്നിധിയിൽ ഒരുങ്ങും? അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൂത് പ്രതികൂലമാ. ഹല്ലേലൂയ. പ്രകൃതി അനുകൂലമായിരുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആളുകൾ അനുകൂലമായിരുന്നു, യാത്ര തിരിച്ചു. തെക്കൻ കാറ്റടിച്ചപ്പോൾ കുറെ കൂടെ അവർ വിശ്വസിച്ചു, എല്ലാം ഒത്തിരിക്കുന്നു, എല്ലാം നന്നായിരിക്കുന്നു, തെളിഞ്ഞ കാലാവസ്ഥ. ഹല്ലേലൂയ. പ്രതികൂലമെന്ന് പറയാനൊന്നുമില്ല. ഹല്ലേലൂയ. നല്ല തെളിഞ്ഞ മാനത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ വളരെ നന്നായി ആ കപ്പൽ യാത്ര ചെയ്തിട്ടുള്ളതായ കപ്പിത്താന്മാരുൾപ്പെടെ അതിൻ്റെ ആളുകൾ ഉൾപ്പെടെ ആ യാത്ര അതൊരു കന്യയാത്രയല്ല, പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതായ ആളുകളാണ്, പല പ്രാവശ്യം അതുവഴി പോയിട്ടുള്ള കപ്പലാണ്. ആ കപ്പൽ ചാലെന്ന് പറയുന്നത് നന്നായി പരിചയമുള്ള ആളുകൾ, ദൈവത്തിന് സ്തോത്രം, നന്നായി പരിചയമുള്ള ആളുകൾ നല്ല കാലാവസ്ഥയിൽ നയിക്കപ്പെടുന്ന യാത്ര മുന്നോട്ട് പോയപ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഈശാനമൂലൻ എന്ന കാറ്റ് അതിന് വിരോധമായിട്ടടിക്കാനിടയായി. കപ്പലിന് കാറ്റിന്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ അത് പാറിപ്പോയി. സാഹചര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ 14 ദിവസങ്ങളായി പട്ടിണി കിടക്കുകയാണ്. ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ അവർ ചരക്കുകൾ പുറത്തെറിഞ്ഞു. ഹല്ലേലൂയ. മാത്രമല്ല സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പ് വരെ അഴിച്ചു കളഞ്ഞു. എങ്ങനെയെങ്കിലും അത് ബാലൻസ് ചെയ്യാൻ, കാറ്റിൻ്റെ നേരെ ഒന്ന് നിൽക്കാൻ കഴിയാനായിട്ട് അവർ വളരെയധികം പരിശ്രമിച്ചു.
പക്ഷെ നടക്കുന്നില്ല. അതിനിടയിൽ ദൈവപൈതലെന്ന് പേർപെട്ട് പറയുന്ന ഒരുവനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അവൻ്റെ പേരത്രേ പൗലോസ്. പൗലോസ് ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതിൻ്റെ നടുവിൽ നീ ഒന്ന് പ്രവർത്തിക്കണമേ, ഇതിൻ്റെ നടുവിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വലിയവ ചെയ്യണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം അല്ലേലു തന്നോട് സംസാരിപ്പാനിടയായി. അല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നയിക്കപ്പെടുന്നതായ ഒരു വലിയ കൂട്ടം ജനത്തിന്റെ നടുവിലും പൗലോസ് ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരുന്നു. കർത്താവേ, ഞാൻ ദൂത് പറഞ്ഞതാ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനൊരു തടവുകാരനായിരുന്നു. എനിക്ക് വലിയ സ്വാധീനമില്ല, എനിക്ക് വലിയതായ പിടിപാടില്ല. അവരാരും എന്നെ മൈൻഡ് ചെയ്യുന്നവരല്ല, അവരാരും എന്നെ ശ്രദ്ധിക്കുന്നവരല്ല. എങ്കിലും ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിപ്പാൻ തയ്യാറായി. ദൈവമേ, ഈ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമേ, അവിടുത്തെ ആലോചന നൽകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ആ വചനഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. പൗലോസേ, ഹല്ലേലൂയ, നീ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഈ കൂടെ യാത്ര ചെയ്തിരിക്കുന്നവരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കപ്പലിനും മാത്രമല്ലാതെ ആരുടെയും പ്രാണന് കഷ്ടനഷ്ടങ്ങൾ വരികയില്ല. ആരംഭത്തിലെ ദൂത പ്രാണന് പോലും ഏറിയ കഷ്ടനഷ്ടം വരുമെന്നുള്ളതാണ്. പക്ഷേ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ, ദൈവസന്നിധി കരയാൻ ഒരാൾ തയ്യാറായപ്പോൾ, ഒരു വലിയ സമൂഹത്തിന് വേണ്ടി ഒരാളുടെ മധ്യസ്ഥത ദൈവം തമ്പുരാൻ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനത്തിൻ്റെതായ ആ അനുഭവങ്ങളെ ഒന്നും ഓർക്കാതെ, അവരുടെ ധാർഷ്ട്യ മനോഭാവങ്ങളെ ഓർക്കാതെ, അവരുടെ ഹല്ലേലൂയ ദൈവത്തോടുള്ളതായ വിലയില്ലാത്ത പ്രവർത്തികളെ ഓർക്കാതെ ഈ പൗലോസിന് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. ദൈവം അവനോട് പറഞ്ഞു, ഇവരിൽ ആരുടെയും പ്രാണന് ഒരു ഹാനി വരികയില്ല. വീണ്ടും ഈ മനുഷ്യൻ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. പൗലോസ് അവരോട് പറഞ്ഞു, എൻ്റെ വാക്ക് കേട്ട് ഈ യാത്ര തിരിക്കാതിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് സമ്പാദിക്കാതിരുന്നു. ആര് കേൾക്കാനാ? പക്ഷേ ദൂതനുസരിച്ച് കാര്യങ്ങൾ, ഹല്ലേലൂയ, പറഞ്ഞ ദൂതനുസരിച്ച് കാര്യങ്ങൾ നടന്നു. എങ്കിലും ഇനിയത്തെ കാര്യത്തിൽ, ഇനിയത്തെ ജീവിതത്തിൽ അത് വിശ്വസിക്കണമെങ്കിൽ ചില അടയാളങ്ങൾ വേണം. അതാ നമ്മൾ വായിച്ച ഭാഗത്തിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വായിക്കാം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, കഴിഞ്ഞ 14 ദിവസങ്ങളായി പ്രതികൂലങ്ങളുടെ നടുവിൽ, സ്വസ്ഥതയില്ലായ്മയുടെ നടുവിൽ, ഒരു കര കാണാൻ കഴിയാതെ എങ്ങും എത്താൻ കഴിയുന്നല്ലോ. ആഗ്രഹിച്ച തുറമുഖത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിലും എവിടെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നോർത്ത് വളരെ ഭാരപ്പെട്ട് വേദനയോടെ കഴിയുമ്പോൾ 14ാമത്തെ രാത്രിയിൽ അദ്രിയക്കടലിൽ അലയുന്ന നേരം, അർദ്ധരാത്രിക്ക് ഒരു കരയണയുന്നു എന്ന്, ഒരു തീരമണയുന്നെന്ന് അല്ലെ കപ്പൽക്കാർക്ക് തോന്നി. അവർ അവരുടെ ചെയ്തതായ സാധാരണ ചെയ്തു വരാറുള്ള കാര്യം അവർ ചെയ്തത്, അവർ കൈയുടെ ആഴമളക്കുവാൻ അല്ലെ ഈയമിട്ട് നോക്കിയപ്പോ 20 മാറന്നു കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഊഹം തെറ്റല്ല. അല്ലെ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ദൈവശബ്ദം ദൈവഭക്തിനോടുകൂടെ പറഞ്ഞ ആ ദൂത് തെറ്റല്ല. ഹല്ലേലൂയ. തകർച്ചയിലേക്ക് ഇനിയും പോകയില്ലെന്ന് പറഞ്ഞ ആ ദൂത് തെറ്റല്ല. ഒരു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്, ഒരു സ്വസ്ഥതയുടെ തീരത്തേക്ക്, ഒരു ശാന്തതയുടെ അനുഭവത്തിലേക്ക് നയിക്കാമെന്ന് ദൈവം പറഞ്ഞ വാക്ക് അത് തെറ്റല്ല. അല്ലെ 14 ദിനങ്ങളിൽ കാണാത്തതായ ഒരു ശാന്തതയുടെ തീരത്തേക്ക്, ഒരു കരയിലേക്ക് അടുക്കുന്നു എന്ന് അവർക്ക് തോന്നിയതല്ല, അവർ അനുഭവത്തിൽ അറിയാനിടയായി. അവർ വിശ്വാസത്തോടെ അവർ ഈയമിട്ടപ്പോൾ ആദ്യം 20 മാറെന്ന് കണ്ടു. വീണ്ടും കുറെ അപ്പുറം ചെന്നിട്ടപ്പോൾ അത് 15 മാറെന്ന് കണ്ടു. അവർക്ക് മനസ്സിലായി, ഊഹം തെറ്റിയില്ല, ഒരു കരയോട് അണയാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവില് കർത്താവേ, ഇതൊന്നൊന്ന് അവസാനിക്കുമെന്ന് ഓർത്ത് ഒരു ശുഭതയുടെ തീരം കൈവരുക്കുവാൻ, ദൈവ വാഗ്ദത്തത്തിന്റെ തീരത്തിൽ എത്തിച്ചേരുവാൻ, ദൈവ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് കാത്തിരിക്കുന്ന ദൈവമൈതലേ, ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഒരു തീരമണയാൻ സമയമായി, ഒരു തീരമണയാൻ സമയമായി. അല്ലെ, ഒരു മെലിത്ത നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ സമയമായി. നീ ഇന്നലെ വരെ കാണാത്ത, അല്ലെ നീ ഇന്നലെ വരെ അനുഭവിക്കാത്ത ഒരു ശാന്തതയുടെ തുറമുഖത്തേക്ക്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റേതായ കപ്പൽ അടുക്കുവാൻ, തീരമണയാൻ സമയമായെന്ന് ഈ വചനത്തിലൂടെ ദൈവമക്കളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്.
ഹല്ലേലൂയ. വളരെ ദിവസങ്ങളായി സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്നില്ല. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിന്റെ നടുവിൽ തകർന്നു പോകാതെ നിർത്തിയത് ദൈവത്തിന്റെ പരിപാലനമാണ്. ഹല്ലേലൂയ. തകർന്നു പോകാതെ നിർത്തിയത് ദൈവത്തിന്റെ സ്നേഹമാ. ഹല്ലേലൂയ. ഒരു തീരമണയാൻ വിശ്വാസത്തിന്റെ ചില ചുവടുകൾ വെക്കുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുക. എങ്ങനെ സ്വസ്ഥത വരുമെന്നറിയാം. ഹല്ലേലൂയ. എങ്ങനെ അത് അനുഭവിപ്പാൻ കഴിയും, അതിന് ചില തെളിവാ ദൈവം ഇവിടെ ചെയ്യുന്നത്. അല്ലെ 20 മാറെന്ന് കണ്ടത് രണ്ടാമത് 15 മാറെന്ന് കണ്ടു. ഇന്ന് പകൽക്കാലം ഓർക്കണമേ ദൈവമക്കളെ, ദൈവം വാക്ക് പറഞ്ഞാൽ അവൻ മാറുവാൻ അവൻ മനുഷ്യനല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ ഇന്ന് പകൽ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, അല്ലെങ്കിൽ ഒരു പക്ഷേ നാം പറയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും എനിക്ക് പ്രയാസമില്ല, കഴിഞ്ഞ വർഷങ്ങൾ എൻ്റെ ജീവിതം ശാന്തമായിരുന്നു, 2015 ആരംഭ മാസങ്ങളും അത് ശാന്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകളായി ജീവിതത്തിൽ വല്ലാതെ അടിച്ചുയരുന്നതായ കാറ്റിനെയും കോളിനെയും തിരമാലകളെയും കണ്ട നീ തന്നെ നിന്റെ ദൈവത്തോട് പറയാൻ തുടങ്ങി, കർത്താവേ, ആർക്കുമില്ലാത്ത പ്രതികൂലം, ആർക്കുമില്ലാത്ത ഭാരം, ആർക്കുമില്ലാത്ത പ്രതിസന്ധി എന്നേക്കാൾ മുമ്പിൽ ഇറങ്ങി തിരിച്ചവർക്കോ, എൻ്റെ കൂടെ ആരാധിക്കുന്നവർക്കോ, എൻ്റെതായ സമശിഷ്ടങ്ങൾക്കോ, എൻ്റെ കൂടപ്പിറപ്പുകൾക്കോ ആർക്കുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ അലയടിച്ചുയരാൻ തുടങ്ങി. ചില ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ, ഇതിനൊരു ശാന്തതയില്ലല്ലോ എന്നോർത്ത് നെടുവീർപ്പിടുമ്പോ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ഒരു സ്വസ്ഥതയുടെ തീരം നിന്റെ മുമ്പിൽ അടയാൻ സമയമായി. ഒരു സ്വസ്ഥതയുടെ തുറമുഖം നിന്റെ ജീവിതത്തിൽ അടയാൻ സമയമായി. ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്ക് വിളിച്ചു പറയുമ്പോ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമൈതലേ, ആ ദൂത് നിന്റെ ഹൃദയത്തിൽ തട്ടുന്നെങ്കിൽ ഇന്ന് പകലൻ ആമേൻ പറഞ്ഞേറ്റെടുത്താൽ അതൊരു വിടുതലായി മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അതോട് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അതോട് വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പകൽക്കാലം എന്നെ കഷ്ടത മാറുമെന്ന്, ഈ അലയടിച്ചുയരുന്ന ഈ തിരമാല എന്ന് ശാന്തമാകുമെന്ന്, ഈ പ്രതികൂലത്തിന് എന്നൊരു അറുതി വരുമെന്ന് ഓർത്ത് നീ ഭാരപ്പെട്ടപ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനൊരു ശാന്തത വരാൻ പോകുകയാ. ഒരു തീരത്ത് നീ അണയാൻ പോകുകയാ. ഇവിടെ കൊണ്ട് നീ അവസാനിക്കും. ഒരു തീരത്ത് നിന്നെ എത്തിക്കുവാൻ, ഒരു തീരത്ത് എത്തിക്കുവാൻ അവൻ വിശ്വസ്തൻ. ഉദാരമാന ശംഭവാരകജന ഹതുരാജകസ്കനാദിയ അർത്ഥമാന വൈരവലവലവ ശംഭവവ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു സ്വസ്ഥതയുള്ള തീരത്തേക്ക്, ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, ഒരു ശാന്തതയുടെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ മാറിയ ഒരു തെളിമയുടെ അവസ്ഥയിലേക്ക് നമ്മെ നടത്താൻ ദൈവം വിശ്വസ്തൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. Praise God. ആഴ്ചകൾ മാത്രം ആയുസ്സുള്ള ചില പ്രതികൂലങ്ങൾ ഹല്ലേലൂയ അവസാനിക്കുമെന്ന് ഇന്ന് പകൽ ഈ ഭാഗത്തിലൂടെ ദൈവാത്മാവ് പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷത്തിന്റെ ആരംഭത്തിൽ അതില്ലായിരുന്നു, ഈ വർഷത്തിന്റെ മാസങ്ങളിൽ ആരംഭ മാസങ്ങളിൽ അതില്ലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ ഒരു പുരുഷായുസ്സിൽ ഞാൻ അനുഭവിക്കാത്തത് ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോ ഇന്ന് പകൽ വിലപിക്കുന്ന ദൈവമൈതലേ, നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പിന്നെയും പറയുക, ആ അസ്വസ്ഥതകളെ ഓർത്തു നീ ഭാരപ്പെടേണ്ട, ആ വേദനകളെ ഓർത്തു നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിനക്ക് വേണ്ടി വലിയതൊന്ന് ഇന്ന് പകൽ ചെയ്യുന്നവനാണ്. അവന്റെ കരം നിന്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെട്ടാൽ, അവന്റെ കരം നിന്നെ വന്ന് തൊട്ടാൽ, നിന്റെ സാഹചര്യങ്ങൾക്ക് ഒരു അറുതി വരാൻ, നിന്റെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരാൻ, ആർക്കും തീർക്കാൻ കഴിയാത്ത, ആർക്കും പരിഹരിപ്പാൻ കഴിയാത്ത ആ അസ്വസ്ഥത, ആ രോഗത്തിന്റെ ആത്മാവ്, ആ ഹല്ലേലൂയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് ശാന്തമാകുവാൻ കൽപ്പിക്കുകയാ. തിരകളുടെ കോപത്തെ അടക്കിയ, കരയുടേതായ കോപത്തെ അടക്കിയ, തിരമാലകളെ ശാസിച്ച, കാറ്റിന്റെ ഭീകരതയെ ശാസിച്ച നസ്രയന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.
Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം. ഹല്ലേലൂയ. ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ കരക്കണയുന്നു എന്ന് തോന്നിയത് കപ്പൽക്കാർക്കാണ്. ഇപ്പൊ കപ്പൽക്കാർക്ക് പോലും വിശ്വാസം വന്നു തുടങ്ങി. കാരണം ആരംഭത്തിൽ ഈ ഉപദേശി പറഞ്ഞ ദൂതിന് വലിയ വെയിറ്റ് കൊടുത്തില്ല. പക്ഷേ ആ ദൂത് പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ വലിയ വിശ്വാസം. ഹല്ലേലൂയ. പൗലോസ് ആരാണെന്ന് അംഗീകരിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ആ ഭാഗത്ത് ദൈവമക്കളോടൊരു കാര്യം പറയാം. ഇന്നലകളിൽ നിന്നെ അംഗീകരിക്കാത്ത പലരും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. നിന്നെ ഉൾക്കൊള്ളുന്ന ഒരു ദിവസം വരും. നീ ഒരു ദൈവ പൈതലെന്ന് പലരും സമ്മതിക്കുന്നില്ലെങ്കിലും, അല്ലെ നീ ഒരു പ്രാർത്ഥന മനുഷ്യനെന്ന്, നീ ഒരു ദൈവത്തിൻ്റെതായ ഒരു ദൈവ പൈതലെന്ന് പലരും നിന്റെ ആത്മീകത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിലും, വില കൽപ്പിക്കുന്ന പൗലോസേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റുരച്ചു നോക്കുന്ന ചില സമയങ്ങൾ മുമ്പിൽ വരും. നീ ആരാണെന്ന് ദൈവം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുള്ളത് എപ്രകാരമെന്ന് സ്വർഗം തെളിയിക്കാനിടയായി തീരും. ഹല്ലേലൂയ. പൗലോസിനെ നോക്കിയാൽ, അവന്റെ മുഖഭാവം നോക്കിയാൽ, അല്ലെങ്കിൽ വലിയ ഗെറ്റപ്പും ഗമയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ വസ്ത്രധാരണം നോക്കിയാൽ ഒരു തടവുകാരന്റെ വസ്ത്രധാരണം. അവന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് കപ്പലിൽ ഒരു തടവുകാരന്റെ ട്രീറ്റ്മെന്റ്. അവന്റെ വാക്കിൽ എന്നെ കണ്ട് വില കൽപ്പിക്കാന്, ഹല്ലേലൂയ, അവനെ കണ്ടാൽ വലിയ സൗന്ദര്യമില്ല. അവന്റെ ഇടപാടുകളോ കാര്യങ്ങളോ ഒക്കെ കേൾക്കുമ്പോ ഹല്ലേലൂയ വലിയ മതിപ്പൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷേ പൗലോസിന് പറയാൻ കഴിയും, ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരേക്കാൾ പൗലോസ് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നു, പ്രശംസിക്കാമെന്ന് തോന്നിയാൽ നിങ്ങൾ പലരേക്കാൾ കൂടുതൽ പ്രശംസിപ്പാൻ യോഗ്യതയുള്ളവനാ. ഹല്ലേലൂയ. ആ കാലയളവില് സ്വന്തമായി ഷിപ്പുകൾ പലതുള്ള ഒരു വലിയ കോടീശ്വരന്റെ മകനായി കിലിക്കയിലെ തർസോസിൽ അവൻ ജനിച്ചെങ്കിൽ ഹല്ലേലൂയ പല തരത്തിലുള്ളതായ ഉന്നതിയുടെ നേട്ടങ്ങൾ പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണി. ഞാൻ ഈ ഹല്ലേലൂയ പ്രവർത്തിക്കിറങ്ങുമ്പോ ഹല്ലേലൂയ എൻ്റെതെല്ലാം താത്തുവെച്ച് ദൈവത്തിന്റെ ചുമക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. അല്ലേ, ദൈവത്തിന്റെ ചുമക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. ആ പൗലോസിന്റെ ഹല്ലേലൂയ മുഖഭാവമൊക്കെ നോക്കിയപ്പോ ഈ കപ്പൽക്കാർക്കൊക്കെ തോന്നി, ഹല്ലേലൂയ ഇവൻ വെറും ഒരു സാധാരണക്കാരനാണ്. ഹല്ലേലൂയ. നമ്മളാരാണെങ്കിൽ ഒരുപക്ഷെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അവരല്ല എന്നൊന്ന് അവരെ ഒന്ന് ധരിപ്പിക്കണം നമ്മളൊക്കെ ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ അത്ര നിസ്സാരണക്കാരനൊന്നും അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ആരോരും ഇല്ലാത്തവനൊന്നും ഹല്ലേലൂയ കാശില്ലാത്തവനൊന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പൗലോസിന് അറിയേണ്ടത് ഞാൻ ആരാണെന്ന് വെളിപ്പെടുന്നതിനേക്കാൾ ഞാൻ സേവിക്കുന്നവൻ ആരാണെന്ന് ഇവരൊന്ന് അറിയണം. ഇന്ന് പലരുടെ ആഗ്രഹം ഞാൻ ആരാണെന്നൊന്ന് വെളിപ്പെടാനാ. ദൈവപൈതലേ, പാടില്ല. ഒരു വിശുദ്ധൻ അത് പാടില്ല, ഒരു ദൈവപൈതലിന് അത് പാടില്ല. നമ്മളല്ല വെളിപ്പെടേണ്ടത് ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. അതുകൊണ്ട് ആ പൗലോസ് അതേ വാചകത്തിൽ പറയുന്നത്, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. എനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ആ കർത്താവിനെ കുറിച്ച്, എനിക്ക് വല്ലതും പ്രസംഗിക്കാനുണ്ടെങ്കിൽ ആ കർത്താവിനെ കുറിച്ച്. ഹല്ലേലൂയ. ഞാൻ ആകുന്നത് കർത്താവിന്റെ കൃപയാലാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ അംഗീകരിക്കാത്തവർ അംഗീകരിക്കുന്ന ഒരു ചരിത്രത്തിലേക്ക് ദൈവനെ മാറ്റി. ഹല്ലേലൂയ. ദേശം നിന്നെ അംഗീകരിക്കുന്നില്ലേ? നിന്റേതായ സമശിഷ്ടങ്ങൾ നിന്നെ അംഗീകരിക്കുന്നില്ലേ? അല്ലെ നിന്റെ ദേശവാസികളോ, അല്ലെ നിന്റെ ഭവനക്കാരോ, നിന്റെ കുടുംബക്കാരോ, നിന്റെ പ്രിയപ്പെട്ടവരോ നിന്നെ അംഗീകരിക്കാതെ പ്രത്യേക തരത്തിൽ നിന്നെ മുദ്ര കുത്തുമ്പോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിച്ചു പറയാ, നിന്നെ അംഗീകരിക്കുന്ന ഒരു സുദിനം നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കുന്നു എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ്
അപ്പം നുറുക്കി അവർക്കെല്ലാം കൊടുത്തു, അവരെല്ലാം ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ! എത്ര നല്ലൊരു ശുശ്രൂഷ. ഇന്നലകളിൽ അംഗീകരിക്കാത്ത ജനത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രബോധിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്താനുള്ള ഒരു വലിയ കൃപയിലേക്ക് ദൈവം നടത്തി. ദൈവത്തിന് സ്തോത്രം. ഒരു ചിന്ത ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ പ്രതികൂലങ്ങൾ, ഈ സ്വസ്ഥതയില്ലായ്മ തുടങ്ങിയിട്ട് 2 ആഴ്ചയിലധികമായില്ല. ആ സ്വസ്ഥതയില്ലായ്മയ്ക്ക് ദൈവം ഒരു ശാന്തത വരുത്തി. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവജനം വിശ്വസിക്കണം. കഴിഞ്ഞ ആഴ്ചകൾ മാത്രം ആയുസ്സുള്ള, കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം തലപൊക്കി നിന്നതായ ആ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ ഇന്ന് പകൽ ഹല്ലേലൂയ എൻ്റെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ അന്തരായ ആത്മാവിൻ്റെ വലിയൊരു ഹല്ലേലൂയ ആ നിയോഗമുള്ളത് കൊണ്ട് വിളിച്ചു പറയാം. അത് രോഗമാണെങ്കിൽ ഹല്ലേലൂയ, അത് ജീവിതത്തിൻ്റെ ഏത് തരത്തിലുള്ള അസ്വസ്ഥതയാണെങ്കിലും, ഏത് തരത്തിലുള്ള നെടുവീർപ്പുകളാണെങ്കിലും ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം ഞാൻ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചു പറയാം. ഈ 2 ആഴ്ചകളോ അല്ലെങ്കിൽ ചില ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം പ്രായമുള്ള ആ അസ്വസ്ഥതകൾ ഏത് നിലയിൽ നമ്മെ വേദനിപ്പിച്ചാലും ഈ പകൽക്കാലം ഈ വചനത്തിൽ വിശ്വസിക്കാം. സ്വസ്ഥത തരാൻ എൻ്റെ കർത്താവിന് വിശ്വസ്തന, സ്വസ്ഥത തരാൻ കർത്താവ് മതിയായവന്. ഞാനത് വിശ്വസിക്കുന്നു. ആ ദൂത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത, ഹല്ലേലൂയ, വർഷങ്ങൾ പഴക്കമുള്ള, ഹല്ലേലൂയ, നീണ്ട പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചില അസ്വസ്ഥതപ്പെടുത്തുന്ന ചില വേദനകൾ, അതിൻ്റെ മേൽ ഒരു വിടുതൽ തരാൻ ദൈവം വിശ്വസ്തന. വായിക്കാം ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ദാനിയേലിൻ്റെ പ്രവചൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. വേഗത്തിൽ വായിച്ചാട്ടെ. ആ ആ ആ ആ ഇരമ്യ പ്രവാചകനുണ്ടായ പ്രകാരം മതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് ഇരമ്യ പ്രവാചകനുണ്ടായ ഒരു അരുളപ്പാട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ദാനിയേൽ വെളിപ്പെട്ടു. സംഭവത്തിൻ്റെ പശ്ചാത്തലം ഞാൻ ഓർപ്പിക്കുക. ഇസ്രായേൽ ജനം ഹല്ലേലൂയ ആ ബാബേലിലേക്ക് അടിമകളായി പോയിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരുമിച്ച് നിന്ന ഇസ്രായേൽ എന്ന് പറയുന്ന 12 ഗോത്രങ്ങൾ വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും 2ആയി മാറി. വടക്കേ രാജ്യം ഹല്ലേലൂയ ഇസ്രായേലെന്നും തെക്കേ രാജ്യം യഹൂദ എന്ന പേരിലും അറിയപ്പെടുന്നു. വടക്കേ രാജ്യം 10 ഗോത്രങ്ങളും തെക്കേ രാജ്യം 2 ഗോത്രങ്ങളും. വടക്കേ ഗോത്രം വടക്കേ രാജ്യം അശ്ശൂരിലേക്ക് പ്രവാസികളായി പോയപ്പോൾ തെക്കേ രാജ്യം യഹൂദ ബാബിലോണിലേക്ക് പ്രവാസികളായി പോയി. 3 സമയങ്ങളിലായി നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ അവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോയി അവിടെ അടിമകളാക്കി അവിടെയാക്കി. ഇപ്പോൾ ബാബിലോണിലായിട്ട് ഇവർ 68ാമത്തെ വർഷമാണ്. ഹല്ലേലൂയ. 68 വർഷക്കാലം ആ ദേശത്ത് വസിച്ച് ആ ദേശത്ത് പാർത്തുകൊണ്ട് ഹല്ലേലൂയ ജീവിതത്തിൻ്റെ വേദനകൾ അനുഭവിച്ച് ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ എന്നാ തിരിച്ചു വരുത്തുന്നത്? ആരാധനയുള്ള, ആലയമുള്ള, പുരോഹിതന്മാരുള്ള, യാഗമുള്ള, ദൈവികമായിട്ടുള്ള ആത്മീക അനുഭവങ്ങൾ ഒത്തിരിയുള്ള സ്വന്തം നാട്ടിലേക്ക് എന്നൊന്നും മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് ഭാരപ്പെടുമ്പോൾ ഇവിടെ ഇതാ ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് പോലെ ഒരു ദൂത് കാണുകയാ. 68ാമത്തെ വർഷം ദൈവത്തിന്റെ വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന ദാനിയേലിന് മനസ്സിലായി, ഇനി 2 വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ ശൂന്യാവസ്ഥ മാറാൻ പോകുകയാ. 68 വർഷക്കാലം വളരെ നിന്ദകൾ അനുഭവിച്ച്, വളരെ വേദനകൾ അനുഭവിച്ച്, ഹല്ലേലൂയ, വളരെ തിക്താനുമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കി ഒത്തിരി നൊമ്പരങ്ങൾ ഉള്ളത്തിൽ പേറിക്കൊണ്ട് പോയ ഇസ്രായേൽ ജനം ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ വേണ്ടതുപോലെ വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല. വിഗ്രഹങ്ങളെ കൊണ്ട് ഹല്ലേലൂയ കുടിയിരിക്കുന്നതായ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ നടുവിൽ എവിടെയും നോക്കിയാൽ നെബൂഖദ്നേസറിന്റെ ഉയർന്നു നിൽക്കുന്ന ബിംബമല്ലാതെ മറ്റൊന്നുമില്ല. നെബൂഖദ്നേസറിന്റെ ആഗ്രഹം എൻ്റെ രാജ്യത്തായിരിക്കുന്ന എല്ലാവരും ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന്. ആരെങ്കിലും എതിരിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവനെ തീക്കകത്തിടത്തക്കതായ നിലയിലുള്ള നിയമങ്ങളും അതിൻ്റെ കഠിനതയും നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഒക്കെ
ഇടയിലും ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ, ദൈവ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുന്നതായ ഒരു ജനത്തെ അവൻ ഒരു നാൾ കൈവിടുകയില്ല. തൻ്റെ ജനത്തെ അവൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. മറ്റുള്ളവർ ഏത് നിലകളിലും ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടി കളയുന്ന നിലയിൽ അന്യദൈവങ്ങൾക്ക് ബലി കഴിക്കുമ്പോൾ, അന്യദൈവങ്ങളുടെ നാമങ്ങൾ സ്വന്തം നാവിന്മേലെടുക്കുമ്പോൾ, അതിന് ബലിതർപ്പണങ്ങളെ കഴിക്കുമ്പോൾ അതിൻ്റെതായ അനുഭവത്തിന് വഴിപ്പെടാതെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അശുദ്ധി സംഭവിക്കാതിരിക്കാൻ ആവോളം പരിശ്രമിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവരൊരു വെളിപ്പാട്, ഒരു ദൂത് ഗ്രഹിപ്പാനിടയായി. ശൂന്യാവസ്ഥ തീരാൻ സമയമായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ദൂത് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഈ ദൂതിൻ്റെ നിറവേറൽ എന്ന വണ്ണം ദൈവവചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരിക. എസ്രായുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒരാൾ ഓടിച്ചു വായിച്ചേ. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യം. ആ ആ ആ ആ ആ വായിച്ചു. ആ ആ മതി. ഹല്ലേലൂയ. ഈ ദൂത് സംഭവിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, പാർസി രാജാവായ കോരസ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ്, ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, 70 വർഷം കൊണ്ട് ഈ ശൂന്യാവസ്ഥ തീരുമെന്ന് ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ച പ്രവചനം കോരസ് രാജാവിൻ്റെ കാലത്ത് നിറവേറിയെങ്കിൽ അത് നിറവേറിയ വിധമാണ് നമ്മളിവിടെ വായിച്ചത്. കോരസിനെ ദൈവം ഉണർത്തി. അവൻ്റെ എസ്രായുടെ പുസ്തകം ആരംഭ അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജാതീയ രാജാവായിരിക്കുന്ന കോരസിന്റെ മനസ്സിനെ ഉണർത്തിക്കൊണ്ട് ദൈവം ഈ നിലയിൽ ഒരു പ്രഖ്യാപനം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തോടുള്ള 2-ാമത്തെ ദൂത് ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിപ്പാൻ, ദൈവം നിന്നെ സഹായിപ്പാൻ, സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നിന്നെ നടത്താൻ, ചിലതിൻ്റെ മനസ്സുണർത്താൻ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. നിന്നോട് അരുളി ചെയ്ത ദൂത് നിറവേറാൻ, ദൈവം നിന്നോട് പറഞ്ഞ ആലോചന നിറവേറുവാൻ, ചിലത് ഉന്നത അധികാരികളുടെ ഹൃദയങ്ങളിൽ, ചില ഉന്നതന്മാരുടെ ഹൃദയങ്ങളിൽ, ഒരുപക്ഷെ മാനുഷികമായി നമ്മളെ കൊണ്ട് കഴിയാത്ത, നമുക്ക് അടുക്കാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ സംസാരിച്ച് ഹല്ലേലൂയ മാനുഷികമായ നിലയിൽ ഈ ജനം പറഞ്ഞാൽ കോരസ് അംഗീകരിക്കയില്ല. ഈ ജനം പറഞ്ഞാൽ ആലയം പണിയാൻ അവരെ വിടുകയില്ല. പക്ഷേ ഹല്ലേലൂയ ജനത്തിനടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം തമ്പുരാൻ അവന്റെ മനസ്സിനെ ഉണർത്തിയെങ്കിൽ ഇന്ന് പകൽ ദൈവ പൈതലേ, വർഷങ്ങളായി ജീവിതത്തിൻ്റെതായ സ്വസ്ഥതയില്ലായ്മയുടെ നടുവിൽ നിന്നെ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിന് ഒരു മാറ്റം തരേണ്ടതിന് ഉന്നതമായ ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമെന്ന് നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി സാധിപ്പിക്കാൻ, നിനക്ക് പറ്റാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. നീ സമീപിച്ചാൽ നോ എന്ന് പറയുന്ന രംഗങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു കഴിയുമ്പോൾ അനുകൂലമായ ഒരു വിധി ദൈവജനത്തിന് വേണ്ടി ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവജനം വളരെ സ്തോത്രത്തോടെ ദൂരം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഹല്ലേലൂയ ജനത്തെ ഒന്നടങ്കമായി ഹല്ലേലൂയ സമൂഹമായി, കുടുംബമായി ആ നിലയിൽ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ തിന്മയുടെ മേലെ ഹല്ലേലൂയ സാഹചര്യത്തിന്റെയും സന്ദർഭവശാൽ പ്രവാസികളായി പോയി എങ്കിലും മാനുഷികമായ പ്രയത്നം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ പറയുകയാണ്, പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചു, പ്രവാചകനിലൂടെ ദൈവം രേഖപ്പെടുത്തി, യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, 68-ാമത്തെ വർഷമാ. അവരുടെ ഉള്ളം പിടഞ്ഞു വികസിക്കാൻ തുടങ്ങി. ഇനി 2 വർഷം കൂടെ സഹിച്ചാൽ മതിയല്ലോ, 2 വർഷം കൂടെ സഹിച്ചാൽ മതിയല്ലോ, ഇനി അധികം നാൾ ഇവിടെ ഇല്ലല്ലോ. അല്ലെ, ഞങ്ങളുടെ പരദേശവാസം തീരാറായി, ഞങ്ങളുടെ പ്രവാസം തീരാറായി, ഞങ്ങളുടെ കഷ്ടത തീരാറായി, സ്വന്തം നാട്ടിലേക്ക് ഞങ്ങൾ പറന്നു പോകാൻ സമയമായി. ആലയമുള്ള നാട്ടിലേക്ക്, ആരാധനയുള്ള നാട്ടിലേക്ക് ദൈവം ഞങ്ങളെ മടക്കി വരുത്താൻ സമയമായി.
ആ ഒരു വലിയ ഓർമ്മ അവരുടെ മനസ്സിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉപവസിക്കാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാനിയേൽ പറയുന്നു, ഞങ്ങൾ പാപം ഏറ്റുപറയാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ? മനസ്സിൽ വലിയ ആനന്ദം, ഇന്നലകളില്ലാത്ത ഒരു ആനന്ദം. അവരോട് നമുക്ക് ചോദിക്കാം, എന്താ ഈ ആനന്ദത്തിന്റെ കാരണം? എന്താ ഇപ്പൊ ഈ ഉപവസിക്കാൻ കാരണം? അവർക്ക് പറയാൻ ഒന്നുമില്ല. ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കഷ്ടത തീരാറായി, ഇവിടെ നിന്ന് പോകാൻ സമയമായി, ഇവിടെ നിന്ന് പോകാൻ സമയമായി. 68-ാമത്തെ വർഷം കഴിഞ്ഞു, 69-ാമത്തെ വർഷം കഴിഞ്ഞു, 70-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാരിയാവേശ് മാറി 62 വയസ്സുള്ളവനായി ദാരിയാവേശ് ഹല്ലേലൂയ ആ സംസ്ഥാനത്തിൽ ആ നിലയിൽ അധികാരം ഏറ്റെടുത്തെങ്കിൽ ദൈവവൈതലേ ഹല്ലേലൂയ അവൻ്റെതായ രാജ്യത്വം മാറിയ ശേഷമായി ഇവിടെ ഇതാ കോരസ് പാർസി രാജാവ് അധികാരത്തിലേക്ക് കയറി. അവന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അല്ല, അവനൊരു വിളംബരം കൊടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന് യെരൂശലേമിൽ ഒരു ആലയം പണിയാൻ ദൈവാത്മാവിനോട് സംസാരിച്ചു. അത് സത്യമാണോ? ഒരു ജാതീയ രാജാവിനോട് ദൈവം പറഞ്ഞെന്ന് എന്റെ ജനത്തിന് ഒരു ആലയം പണിയാൻ അതിനു വേണ്ടതായ ഒത്താശകൾ നീ ചെയ്തു കൊടുക്ക, അതിനു വേണ്ടതായ വഴികൾ നീ ഉറന്നു കൊടുക്ക. ആ ജനം അശക്തരാണെങ്കിലും അവർക്ക് വേണ്ടുന്നതൊക്കെ നീ ചെയ്തു കൊടുക്ക. മാത്രമല്ല, നിങ്ങളിൽ ആരെങ്കിലും അവന്റെ ജനമായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു റിലീസ് ഡിക്ലെയർ ചെയ്യുക, ഒരു ഹല്ലേലൂയ പൊതുമാപ്പ് ഗൾഫ് മേഖലകളിലൊക്കെ വിളംബരം ചെയ്യുന്നത് പോലെ ഒരു റിലീസ് അവൻ ഹല്ലേലൂയ പ്രഖ്യാപനം ചെയ്തു, അനൗൺസ് ചെയ്തു. അവന്റെ ജനമായിട്ടുള്ളവർക്ക് നിരുപാധികം അവരുടെ ദേശത്തേക്ക് പോകാം, ആലയം പണിയാൻ വേണ്ട എല്ലാ സാധന സാമഗ്രികൾ കൊടുത്ത് അവരെ മാറ്റിയെങ്കിൽ, അവരെ അനുഗ്രഹിച്ചയച്ചെങ്കിൽ ദൈവമേ നിന്റെ ശൂന്യാവസ്ഥ തീരാൻ സമയമായി. എൻ്റെ രണ്ടാമത്തെ ദൂതനാണ് ഹല്ലേലൂയ നാളുകളായി വർഷങ്ങളായി അല്ലെ നിന്നെ ശൂന്യമാക്കിയിരുന്നതായ ആ ശൂന്യമായ അനുഭവങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര പരിശ്രമിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത നിലകളിൽ ശൂന്യമാക്കി നിന്നതായ ആ സാഹചര്യങ്ങളുടെ മേൽ, ആ സാമ്രാജ്യ ശക്തിയുടെ മേൽ, ആ തിന്മയുടെ മേൽ, ആ ദേശത്തിന്റെ പ്രത്യേക പോരിന്റെ മേൽ ഹല്ലേലൂയ ദൈവം ഒരു ജയം തരാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെ, വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയുമ്പോൾ ദൈവമക്കളെ നിർവിചാരികളായ ദൈവസന്നിധി ഇരിക്കരുത്. ഹല്ലേലൂയ. എനിക്കറിയാം ആ ദൂരം നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത്. ആ വിടുതലിൻ്റെതായ ഒരു ഭാഗം നിങ്ങളുമാകേണ്ടത് ആവശ്യമാണ്. എല്ലാം മനസ്സിനെ കഠിനപ്പെടുത്തി ദൈവസന്നിധിയിലായിരിക്കരുത്. ആ ദൂതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ, ആ വചനമൊന്ന് ഏറ്റെടുക്കുക. ഒരു ശൂന്യാവസ്ഥ മാറ്റാൻ നമ്മൾ എത്രയോ അധ്വാനിച്ചു, നമ്മൾ എത്രയോ പാടുപെട്ടു, എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? ദൈവം ഇതല്ലേ അല്ലെ വെച്ചതിന്റെ മേൽ ഒരു കല്ല് എടുത്തു വെക്കണമെങ്കിൽ തമ്പുരാൻ അനുവദിച്ചല്ലേ പറ്റുള്ളൂ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നു. ഇന്ന് നോക്ക് അല്ലെ, എത്രയോ ഇടങ്ങളിൽ അല്ലെ ദൈവഹിതപ്രകാരം അല്ലാതെ ആരംഭിച്ച പല പണികളും എങ്ങും എത്താതെ കിടക്കുമ്പോ ഇന്ന് പകൽക്കാലം ദൈവവൈതലേ ദൈവകൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ച പലതിനും മുടക്കം വരുത്താതെ ദൈവം നടത്തിയ ദൈവകൃപ ഓർക്കുമ്പോ ശൂന്യമാക്കുവാൻ പിശാച് ഒരുപക്ഷെ ഒരു ഭാഗത്ത് ആഗ്രഹിക്കുമ്പോ അതിന്റെ നടുവില് ദൈവകൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ച അല്ല നിന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത വരാതെ ദൈവം നിന്നെ മാനിച്ചത് എത്രയോ വിചിത്രമാണ്, എത്രയോ അത്ഭുതകരമായ ദൈവത്തിന് സ്തോത്രം. വാക്കുകളെ ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ നീണ്ടു നിൽക്കുന്ന 70 വർഷം കൊണ്ട് ശൂന്യമായി നിന്ന അനുഭവത്തിന് മേൽ ഒരു വലിയ വിടുതൽ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അല്ലെ, പരദേശികളായിരുന്ന പ്രവാസികളായിരുന്ന ജനം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാനിടയായി, സ്വന്തം അനുഭവത്തിലേക്ക് മടങ്ങി വരാനിടയായി. ആരാധനയില്ലാതെ വീർപ്പുമുട്ടിയ ജനം, അല്ലെങ്കിൽ ആലയമില്ലാതെ വീർപ്പുമുട്ടിയ ജനം ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരുടെ മനസ്സ് തേങ്ങി കർത്താവെ സ്വാതന്ത്ര്യമായി ആരാധിക്കാൻ പറ്റുന്നില്ലല്ലോ, സ്വാതന്ത്ര്യമായി ദൈവത്തെ വിളിക്കാൻ കഴിയുന്നില്ലല്ലോ, ഉറക്കെ ഒന്ന് ആരാധിപ്പാൻ കഴിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഈ 10-25-30 ജനൽപ്പാളിയൊക്കെ തുറന്നു വെച്ച് അല്ലെങ്കിൽ ഈ 6-7 കടവും തുറന്നിട്ട് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെയും ഒരു സ്തോത്രം പോലും പറയാൻ കഴിയാത്ത നിലയിൽ ദൈവം ദോഷം ചെയ്തെങ്കിൽ മൗനമായിരുന്നാ മതി. ഹല്ലേലൂയ. ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്നിട്ടും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇന്ന് പകൽക്കാലം അതോർത്ത് ദൈവം ദുഃഖിക്കരുത്.
ഹല്ലേലൂയ കിടക്കയിൽ നിന്ന് ഹല്ലേലൂയ പരസഹായത്തോടു കൂടി മാത്രം ഹല്ലേലൂയ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയുന്ന എത്രയോ പേരുണ്ട്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും ആരെങ്കിലും ഒന്ന് സഹായിക്കണം, ഒന്ന് തിരിഞ്ഞു കിടക്കാൻ, ഒരു അല്പം ആഹാരമോ ഒരു തുള്ളി വെള്ളമോ വായിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആരെങ്കിലും താങ്ങണം. ആ ഒരു ഗതികേട് വരാതെ ദൈവം നിന്നെ ഇവനെ പരിപാലിച്ചത് ഓർത്ത് ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്, ഇന്ന് പകൽ മൗനമായിരിക്കരുത്. ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കുക, തലകൾ ദൈവസന്നിധിയിൽ വണക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. സ്വസ്ഥതയുള്ള വെള്ളത്തലത്തേക്ക് ഞങ്ങളെ നടത്തുമെന്ന് അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച ദൂതിനായി സ്തോത്രം. ആഴ്ചകൾ കൊണ്ട് ആരംഭിച്ചതായ പ്രതികൂലത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു ശാന്തത വന്നു എന്ന് ഈയമിട്ട് അറിഞ്ഞതുപോലെ, ഹല്ലേലൂയ തീരത്ത് അറിഞ്ഞതുപോലെ, ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ശാന്തത ഇന്ന് പകൽക്കാലം അവിടുത്തെ ജനത്തിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാളുകളായി, വർഷങ്ങളായി ശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ അതൊന്ന് മാറാൻ ആഗ്രഹിച്ചിട്ടും വളരെ പരിശ്രമിച്ചിട്ടും കഴിയാത്ത അവസ്ഥയിൽ വേദനിച്ചതായ ഹല്ലേലൂയ ജനത്തിന്റെ നടുവിൽ അതിന്റെ ശൂന്യാവസ്ഥ മാറുമെന്ന് പ്രവചന ദൂതിൽ വെളിപ്പെടുത്തി ഹല്ലേലൂയ ദാനിയേലിനെ വ്യക്തമാക്കി. കോരസിനെ അതിനായി ഉണർത്തിയ അങ്ങയുടെ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്നു. നാളുകളായി, വർഷങ്ങളായി ദൈവജനത്തെ ഹല്ലേലൂയ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങളുടെ മേലൊരു വിടുതൽ, ഒരാശ്വാസം കർത്താവേ അവിടുന്ന് കൽപ്പിക്കുന്നതേക്കായി സ്തോത്രം ചെയ്യുന്നു. ആ വചനങ്ങളാലുള്ള വിടുതൽ നിങ്ങൾ ഏറ്റെടുക്കുന്നു. കൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വമെല്ലാം അവിടെ നിന്ന് എടുക്കണമേ. യേശുമൂലം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ, കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു.